തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. LDF അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും. സീറ്റുകൾ മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. അഗസ്റ്റിൻ, സീറ്റുകൾ മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണോ സംഘർഷത്തിനിടയാക്കിയത്? നിലവിൽ സ്ഥിതി എങ്ങനെയാണ്? ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സംഘർഷാവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ? പ്രിയങ്ക, ഇന്ന് വളരെ കൗൺസിൽ തുടങ്ങിയത്. കൗൺസിൽ യോഗത്തിൽ പൊതുചർച്ച 11 മണിക്ക് ആരംഭിച്ച് 1 മണിയോടുകൂടി പൊതുചർച്ച അവസാനിച്ച് അതിനുശേഷം ഡെപ്യൂട്ടി മേയറും തുടർന്ന് മേയറും മറുപടി പറയുന്നതിനിടെയാണ് സ്ഥിതിഗതികൾ സംഘർഷം പ്രകോപനം പ്രതിപക്ഷത്തെ ഇടതുപക്ഷ അംഗമായ അനീസ് അഹമ്മദ് മേയറുടെ സീറ്റിനടുത്തേക്ക് കുതിച്ചെത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ തടയാനായി ഭരണപക്ഷ അംഗങ്ങളും രംഗത്തിറങ്ങി. തുടർന്ന് LDF എല്ലാ അംഗങ്ങളും കൂടി മേയറുടെ സീറ്റിൽ കുതിച്ചെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനെ തുടർന്ന് ഇരുകൂട്ടരും പരസ്പരം വളരെ രൂക്ഷമായ ഉന്തും തള്ളുമുണ്ടായി. ഇതിലേക്ക് വഴിനയച്ച സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊതുചർച്ച ആരംഭിക്കുന്ന സമയത്ത് തന്നെ അനീസ് അഹമ്മദ് പറഞ്ഞിരുന്നു, ഇടതുപക്ഷ അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് അവർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഒരു അവസരം നൽകണം. ഇതുമായി ബന്ധപ്പെട്ട് 2-3 തവണ മേയറെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഒരു കത്ത് കൊടുക്കൽ പോലും ഉണ്ടായി. കഴിഞ്ഞ തവണ കത്ത് കൊടുത്തതിനെ തുടർന്ന് ഇന്നലെ ഇതേപ്പറ്റി സംസാരിക്കുകയും മേയർ അവരുടെ സീറ്റ് ഒന്നിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാമെന്ന് പറയുകയും 5 മിനിറ്റിന് ശേഷം ആ തീരുമാനം മാറ്റുകയുമായിരുന്നു. ഇതേപ്പറ്റി ശക്തമായ ആരോപണമാണ്, ശക്തമായ വാഗ്വാദമാണ് പൊതുചർച്ചയിൽ ഉന്നയിച്ചത് അനീസ് അഹമ്മദ്. അതേ തുടർന്ന് ആണ് ഇതിനൊരു പരിഹാരം ഈ മീറ്റിംഗിൽ തന്നെ, ഈ കൗൺസിലിൽ തന്നെ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. പൊതുചർച്ചയിൽ ഇതുപോലെ തന്നെ 3-4 വാദമുഖങ്ങൾ മേയർക്കെതിരായി വരികയുണ്ടായി. ഒന്നാമത്തെ വാദമുഖം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ന് HIമാര് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 HIമാരെ നിയമിക്കുന്ന ഈ HIമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം എന്ന് വെച്ചത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ അറിയാതെയായിരുന്നു എന്നുള്ള ആരോപണം ആദ്യമായി ഈ പറയുന്ന പ്രതിപക്ഷ അംഗങ്ങളും അതിനുശേഷം ലാലി ജെയിംസ് ഉൾപ്പെടെയുള്ള ഭരണകക്ഷി കൗൺസിലർമാരും വളരെ ശക്തമായി ഉന്നയിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഞങ്ങൾക്ക്, അതുപോലെ തന്നെ വിൻഷി, BJPയിലെ കൗൺസിലർ വിൻഷിയും ഇക്കാര്യം, അവരും ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്, അവരും ഉന്നയിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അറിയാതെയാണ് ഈ ഒരു നിയമനത്തിനുള്ള അഭിമുഖം നടക്കുന്നത്, ഞങ്ങൾ അറിയേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ലാലി ജെയിംസ് ഉന്നയിച്ചിരുന്നു, കോർപ്പറേഷന്റെ വികസന സെമിനാർ നടത്തുന്നത് കേസിന് ഹോട്ടലിലാണ്. സാധാരണ ഹോട്ടലുകളും സാധാരണക്കാരുടെ വിഷയങ്ങളും സാധാരണ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ട കോർപ്പറേഷൻ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് വികസന സെമിനാർ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ലാലി ജെയിംസ് ഉന്നയിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടുമ്പോൾ മേയറുടെ സാന്നിധ്യം വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 2 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച ശേഷം മേയർ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള വിമർശനം കൗൺസിലിൽ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഈ എല്ലാ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ വാദമുഖങ്ങൾക്കും അതൊക്കെ വളരെ സമാധാനപരമായ സാഹചര്യത്തിലാണ് നടന്നത്. പക്ഷെ അതിന് മറുപടി ഡെപ്യൂട്ടി മേയർ പ്രസാദ് മറുപടി പറഞ്ഞതിന് ശേഷം മേയർ ഡോക്ടർ ഇ ജസ്റ്റ് മറുപടി പറയുമ്പോഴാണ് അനീസ് അഹമ്മദ് അതിനിടയ്ക്ക് ആ മറുപടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും അനീസ് അഹമ്മദും പ്രതിപക്ഷ നേതാവ് ഹിരണും ഈ മറുപടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അപ്പോൾ ഭരണപക്ഷത്തു നിന്ന് നിങ്ങൾ ഇത്ര നേരം പറയുന്നത് ഞങ്ങൾ കേട്ടതല്ലേ, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്ന് തിരിച്ച് മറുപടി ഉണ്ടായി. പക്ഷെ അത് വകവയ്ക്കാതെ അനീസ് അഹമ്മദ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മേയറുടെ സീറ്റിലേക്ക് ഓടിച്ചെല്ലുകയും ഇത് പ്രതിരോധിക്കാൻ ഭരണപക്ഷ അംഗങ്ങൾ ഇറങ്ങി വരികയുമുണ്ടായിരുന്നു. തുടർന്ന് അവിടെ അതിരൂക്ഷമായ ഉന്തും തള്ളുമാണ് ഉണ്ടായത്. ആ ഉന്തും തള്ളിന് ശേഷം പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും, അതായത് അതിനു മുന്നേ BJP കൗൺസിലർമാർ നേരത്തെ അവിടെ നിന്ന് പോയിരുന്നു. ഈ ഇടതുപക്ഷ അംഗങ്ങൾ എല്ലാവരും കൂടി മുദ്രാവാക്യം വിളികളുമായി മേയറുടെ ചേംബറിന് മുമ്പിലേക്ക് പോവുകയും മേയറുടെ ചേംബറിന് മുമ്പിൽ ഇപ്പോൾ ശക്തമായ മുദ്രാവാക്യം വിളികളുമായി കുത്തിയിരിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രിയങ്ക. ശരി അഗസ്റ്റിൻ, തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ സംഘർഷം. LDF അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും. സീറ്റുകൾ മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിനിടയാക്കിയത്. നിലവിൽ സംഘർഷാവസ്ഥ രൂക്ഷമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്.